മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന് എന്തോ ഒരു ഏനക്കേടുണ്ടെന്ന് നേരത്തെ തോന്നിയതാ. പക്ഷെ ഇത്ര വരുമെന്ന് നിരീക്ഷിച്ചില്ല. ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിടപ്പിലും നിൽപ്പിലും ഇരിപ്പിലുമെല്ലാം ഒരു സ്വപ്നമേ ഉള്ളൂ: സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്ന സ്വപ്നം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് നമ്മുടെ CPM-ന്റെ നേതാക്കളൊക്കെ പ്രതികളായിട്ട് അകത്ത് കിടക്കുന്ന കേസാ. അവരഴിയേണ്ടിക്കൊണ്ടിരിക്കുക. ആ കേസില് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പണ്ടങ്ങോട് ഡൽഹിയിൽ ചെന്നപ്പോൾ, ഈ കവർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പാ, അവിടെ ചെന്നപ്പോ സോണിയാഗാന്ധിയെ ചെന്ന് കണ്ടു. അതിന്റെ പേരില്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു എന്നതിന്റെ പേരില് ഈ സ്വർണ്ണ കവർച്ച കേസിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് മൂപ്പരുടെ ആവശ്യം. പുള്ളിക്കാരൻ പണ്ടേ ഇങ്ങനെ മഹാവിപ്ലവകാരിയല്ലയോ. വിപ്ലവം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഒരു ലക്കും ലഹാനുമില്ല, ബുദ്ധിയും യുക്തിയുമില്ല. എന്താണ് പറയുക, എന്താണ് ചെയ്യുക എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഓർമ്മയില്ലേ പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന സമയം? അന്ന് CPM-ഉം LDF-ഉം KM മാണിയെ കോഴമാണി കോഴമാണി എന്ന് വിളിക്കുന്ന സമയമാണ്. കാശ് വാങ്ങി ബജറ്റ് വിറ്റു എന്നതിന്റെ പേരില് അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒറ്റ നിർബന്ധത്തിന്റെ പുറത്ത് അന്ന് ശിവൻകുട്ടി അണ്ണനും കൂട്ടരും നിയമസഭയിൽ കാണിച്ച കാളികൂടിത്തരങ്ങള് കേരളം ഉള്ള കാലത്ത് മറക്കില്ല. സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി നിന്ന് അദ്ദേഹം നടത്തിയ ശിവതാണ്ഡവം, മുണ്ടും മടക്കി കുത്തി നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ, പിന്നീട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്ന രംഗം, ഇതൊക്കെ ആരാണ് മറക്കുക? അതാണ് പറഞ്ഞത്, വിപ്ലവം തലയ്ക്ക് കയറിയോ പിന്നെ യാതൊരു ലക്കും ലഗാനുമില്ല. പിന്നെ അങ്ങ് അടങ്ങും കേട്ടോ, കുറെ കഴിയുമ്പോൾ അത് അടങ്ങും. അതുകൊണ്ടാണല്ലോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഭരിക്കുന്നതില് അദ്ദേഹത്തിന് യാതൊരു ലജ്ജയും ഇല്ലാത്തത്. അത് മാത്രമല്ല, ഈ KM മാണിക്ക്, കോഴമാണിക്ക് സ്മാരകം ഉണ്ടാക്കുന്നതിന് അദ്ദേഹം കൂടെ പങ്കെടുത്ത മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്ത് വെള്ളയമ്പലത്ത് 25 സെന്റ് സ്ഥലം അനുവദിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം. ഈ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായിട്ട് CPM-ന്റെ 2 പ്രധാന നേതാക്കൾ ഇപ്പൊ ജയിലിൽ കടന്ന് അഴിയെണ്ണുകയാ. അവര് നിരന്തരമെന്നോണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജാമ്യാപേക്ഷകള് തള്ളിക്കളയുകയാ. എൻ വാസു, ഒരു മുൻ പ്രസിഡന്റ്, അതുപോലെ പത്മകുമാർ, മറ്റൊരു മുൻ പ്രസിഡന്റ്, ഇവരൊക്കെയാണ് ജയിലിൽ കിടക്കുന്ന പ്രധാനികൾ. വാസുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. ദൈവത്തിന്റെ സ്വർണം കട്ടില്ലേ എന്നാണ് ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ചോദിച്ചത്. അതിനുമ്പ് KP ശങ്കരദാസ്, മറ്റൊരു പ്രതി, ഇപ്പൊ അറസ്റ്റില, ജയിലിലല്ല, ചികിത്സയില്, ആശുപത്രിയില, മെഡിക്കൽ കോളേജില. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞുകൊണ്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ്. ഓരോ ദിവസം തോറും അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് ഇവർക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കട്ടിളപ്പാളികള്, ദ്വാരപാലക ശില്പം, ഇതൊക്കെ ഇളക്കിയെടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുപോയി, ചെന്നൈയിലോട്ട് കൊണ്ടുപോയി അത് ഉരുക്കി വിറ്റോ, അതോ ഈ സ്വർണ്ണപ്പാളികൾ അപ്പാടെ വിദേശത്തേക്കോ മറ്റോ കടത്തിയോ? ഇക്കാര്യത്തിലൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോഴും വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഈ സ്വർണം എവിടെ പോയി എന്ന് പോലും SIT, പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയില്ല. ഇതിലെ പ്രതികളുടെ, CPM നേതാക്കളടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് ഹൈക്കോടതി പലവട്ടം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആളുകളെ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുക. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തില്, മേൽനോട്ടത്തില്, ചുമതലയിൽ നടക്കുന്ന അന്വേഷണമായിട്ട് പോലും ഇടയ്ക്ക് അന്വേഷണം മന്ദീഭവിക്കുന്നതിനെ കുറിച്ച് ഹൈക്കോടതിക്ക് ആശങ്കയാണുള്ളത്. അങ്ങനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള അമ്പലക്കൊള്ളയില്, സ്വർണ്ണ കവർച്ച കേസില് CPM മുഴുവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പില് ഇതിന്റെ പേരിൽ LDF വലിയ പരാജയം നേരിടുമ്പോഴാണ് CPM നിയമസഭയിലും പുറത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ പണ്ടങ്ങോ കണ്ടു എന്നതിന്റെ പേരില് കോൺഗ്രസിനെ ഈ കവർച്ച കേസിലേക്ക് പിടിച്ചിടാൻ ശ്രമിക്കുന്നത്. കേസ് അങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നത്. ഇന്നലെ നിയമസഭയില് മന്ത്രി വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ പ്രകടനം, അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, അല്ലെങ്കിൽ സഭാതലത്തിലുണ്ടായ ചില പരാമർശങ്ങൾ, അതിൽ നിന്നൊക്കെ ഈ വിഫല ശ്രമത്തിനാണ് ഇപ്പോ CPM നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോണിയാഗാന്ധിയുടെ സ്റ്റാഫിലുള്ള ശബരിമല ഭക്തനായ ഒരു വ്യക്തി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തതാ. അതിനെക്കുറിച്ചാണ് ഈ പുക്കാറും പുകലും ഉണ്ടാക്കുന്നത്. അതിന്റെ പേരിലാണ് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം നിന്നൊരു പടം
ചിത്രം എടുത്തതിന്റെ പേരിലാണ് സോണിയാഗാന്ധിക്കെതിരെ ഈ ഗോഗോവടികൾ നടത്തുന്നതെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? അദ്ദേഹമല്ലേ അദ്ദേഹത്തിന്റെ ഓഫീസിന് താഴെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് ഒരു ആംബുലൻസിന്റെ താക്കോൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വീകരിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പഴയ പോറ്റിയല്ല, പുതിയ പോറ്റിയാ. അതായത് സ്വർണ്ണക്കവർച്ച സംഭവിച്ചതിന് ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പോലീസിന്, ഇന്റലിജൻസിന്, സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇയാളെ പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ലേ? അന്ന് അയാളെ സ്വീകരിച്ചല്ലോ, അയാളിൽ നിന്ന് താക്കോല് വാങ്ങിയല്ലോ. അതുമാത്രമല്ല, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എത്ര തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്? ബാംഗ്ലൂർ വിമാനത്താവളം ഉൾപ്പെടെ. അദ്ദേഹത്തിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി എത്തുന്നു. അതുപോലെ മറ്റൊരു സ്വകാര്യ സ്ഥലത്ത് ഇരുവരും ഇരിക്കുന്ന ചിത്രം പുറത്തു വരുന്നു. അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടായോ? അദ്ദേഹത്തിന് ഈ കേസുമായിട്ടുള്ള ബന്ധം വിട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതിന്റെ പേരിൽ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പേരിൽ മാത്രം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണ്ടേ? CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു, ചിത്രങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തോട് എന്താണ് ചെയ്യേണ്ടത്? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ CPM നേതാക്കളുടെ പങ്ക് സംശയാതീതമായി ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുക. പ്രതിക്കൂട്ടിൽ നക്ഷത്രം പോലെ നിൽക്കുക അവരങ്ങനെ നിൽക്കുമ്പോഴാണ്, അവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പണ്ടേതോ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് കോൺഗ്രസിന് പങ്കുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നത്. ഈ ചങ്കൂറ്റമുണ്ടല്ലോ, അതായത് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കാണിച്ച് രക്ഷപ്പെടാനുള്ള ഈ വെപ്രാളം, അല്ലെങ്കിൽ അതിന് കാണിക്കുന്ന മിടുക്ക് അത്ഭുതകരമാണ്. ഇവരുടെയൊക്കെ ഈ തൊലിക്കെട്ടി കേട്ടോ. CPM-ന്റെ ഒരു വൻ കവർച്ച കേസിന്റെ പ്രതികള് ജയിലിൽ കിടക്കുമ്പോൾ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന അവരുടെ ഈ ചങ്കൂറ്റം അല്ലെങ്കിൽ തൊലിക്കെട്ടി ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ പ്രളയം, ഇടിയും മിന്നലുമായിട്ട് പേമാരി പെയ്യുമ്പോഴ്, മഴ കോരിച്ചൊരിഞ്ഞ് പെയ്യുമ്പോഴ് അതിനെ ഒരു പഴമുറം കൊണ്ട് തടുക്കാൻ നോക്കുന്ന ബുദ്ധിയില്ലായ്മയാണ് CPM ഇന്നലെ നിയമസഭയിലും അതിനു മുമ്പ് നിയമസഭയ്ക്ക് പുറത്തും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വിവരക്കേടാണ് നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിന് എന്താ കുഴപ്പം? അവരുടെ വീട് റെയ്ഡ് ചെയ്യണം, അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അത് എവിടെ നിന്നാണെന്ന് സോണിയാഗാന്ധി പറയണം, അതിന് റെയ്ഡ് വേണം, അതിനു മുമ്പ് അറസ്റ്റ് വേണം, ചോദ്യം ചെയ്യണം. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ ഇന്നലെ വിളമ്പിയത്? ഒന്ന് ആലോചിച്ച് നോക്കി. ചോദ്യം ചെയ്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, അതങ്ങ് നടക്കട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? ഈ ദേഹമാണ് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടുന്ന ആളെന്നാണ് ഇദ്ദേഹം പറഞ്ഞ ഉടനെ പ്രത്യേക അന്വേഷണ സംഘം, കേരള പോലീസിന്റെ അന്വേഷണ സംഘം ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ്. അതോ ഇനി BJP സർക്കാരിനോട് ആവശ്യപ്പെടുകയാണോ ശിവൻകുട്ടി അദ്ദേഹം? അദ്ദേഹത്തിന്റെ പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടല്ലോ, പരസ്പര സഹകരണത്തിലാണല്ലോ. എന്നാൽ പിന്നെ അമിത്ഷായോട് ആവശ്യപ്പെടുകയാണോ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന്? ഏതായാലും ശിവൻകുട്ടി അദ്ദേഹം നേരിട്ടൊരു ഉത്തരവ് നൽകിയില്ല എന്നുള്ളത് കോൺഗ്രസുകാരുടെയും സോണിയാഗാന്ധിയുടെയും ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ആരെവിടെ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് AKG മന്ദിരത്തിൽ ഹാജരാക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത്രയും കോൺഗ്രസുകാർക്ക് ആശ്വസിക്കാം. ഒരു മന്ത്രിക്ക് ഇത്രയൊക്കെ അധപ്പതിക്കാൻ പറ്റുമോ? പാർട്ടിയെ, സർക്കാരിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത്രയ്ക്ക് തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവിനെതിരെ ഇതുപോലെ വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയാൻ എങ്ങനെ ഒരു മന്ത്രിക്ക് സാധിക്കുന്നു? സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു നയം പാർട്ടിക്കില്ല എന്നാണ് MP രാജേഷ് പറഞ്ഞത് നിയമസഭയിൽ. അത്രയ്ക്ക് ആശ്വാസം. അത് കേട്ട് കോൺഗ്രസുകാരെ ആശ്വസിച്ചിരിക്കുക. പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. പാർട്ടി അങ്ങനെ ആവശ്യപ്പെടുകയോ മറ്റോ ചെയ്താല് സോണിയാഗാന്ധിയുടെ കാര്യം തീർന്നു, കോൺഗ്രസിന്റെ കാര്യം തീർന്നു. MP രാജേഷ് ആണല്ലോ പറഞ്ഞത്, അപ്പൊ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ കടകംപള്ളി എന്തുവാ പറഞ്ഞത്? സോണിയാഗാന്ധി ഇതുപോലെ കളങ്കിതനായ ഒരു വ്യക്തിയെ വീട്ടിൽ വിളിച്ചു കയറ്റുമെന്ന് കരുതുന്നില്ല എന്നാണ് കടകംപള്ളി പറയുന്നത്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് അങ്ങനെ പറയുന്നതെങ്കിലും ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല, ആ ഒരു അഭിപ്രായമല്ല അദ്ദേഹത്തിനുള്ളത്. നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിയെ പിടിച്ചിടാനില്ലെന്നാ, അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഞങ്ങളില്ലെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി. ഈ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ വാക്കായ വ്യക്തി പറഞ്ഞത് MA ബേബി സഖാവ് പറഞ്ഞത് അങ്ങനെയാ. അത് മറന്നുകൊണ്ടാണ് ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇതിൽ ആര് പറയുന്നത് ശരി? ഏതാണ് പാർട്ടിയുടെ നിലപാട്? പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടില്ലെന്ന് പറഞ്ഞൊരു മന്ത്രി തന്നെയാണ് MP രാജേഷ്. ഇനി ഗോവിന്ദൻ മാഷ് വാതുറക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയുക? സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തെക്കുറിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്ത് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ഇനി ഗോവിന്ദൻ മാഷ് ഒരു അഭിപ്രായം പറയുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ വാസ്തവത്തിൽ CPM-ല്
ഒരു വിദൂഷക പട്ടത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം നടക്കുന്നത് ശിവൻകുട്ടി അദ്ദേഹവും എം പി രാജേഷും തമ്മിലാണ്. എം പി രാജേഷിന് പൊതുവെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിണറായി വിജയനെ സംരക്ഷിക്കാൻ, അദ്ദേഹത്തെ ന്യായീകരിക്കാൻ നിയമസഭയാണെന്നോ നിയമസഭയ്ക്ക് പുറത്താണെന്നോ നോക്കാതെ ചാടി വീഴും. അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലൈന്. നേരത്തെ ഒരിക്കല് മന്ത്രിസ്ഥാനം കിട്ടാതെ സ്പീക്കർ സ്ഥാനത്തുനിന്ന് ഒതുക്കപ്പെട്ടു പോയതാ. ഇനിയത് സംഭവിക്കാൻ പാടില്ല. അത് മാത്രമല്ല, പി രാജീവ്, കെ എൻ ബാലഗോപാൽ മുതലായ മന്ത്രിമാരെക്കാൾ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, പാർട്ടിക്ക് വേണ്ടി എന്തും വിളിച്ചു പോകുന്ന കാര്യത്തിൽ ഒരു പടി മുകളിൽ നിൽക്കുകയും വേണം. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്നലെ നിയമസഭയിലെ ബഹളത്തിന് ശേഷം ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ശൈലജ ടീച്ചറാണെന്ന് ഒരു PR വർക്ക് കണ്ടു, ഒരു പത്രത്തിൽ കണ്ടതാ. ശൈലജ ടീച്ചർ നേതൃത്വം കൊടുത്തു എന്ന് നമുക്കറിയാമല്ലോ. പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിലുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോ ശൈലജ ടീച്ചർക്ക് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ നേതൃത്വം കൊടുത്തെന്ന്. എന്തുമായിക്കോട്ടെ, ടീച്ചർ എന്താ പറഞ്ഞത്? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂട്ടരെയും ജയിലിൽ കയറ്റിയത് ഞങ്ങളാണെന്ന്. ടീച്ചറെ അതൊരു പഴയ കാപ്സ്യൂളായി പോയി. ആദ്യം മുതലേ CPM പ്രചരിപ്പിച്ച് പരാജയപ്പെട്ടു പോയ ഒരു കാപ്സ്യൂളാ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഒത്തിരി ഉപയോഗിച്ചതാ. പക്ഷെ ജനങ്ങളൊന്നും അത് അംഗീകരിച്ചില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ടീച്ചർ ആ പഴയ കാപ്സ്യൂളാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈക്കോടതി തെരഞ്ഞെടുത്ത ഒരു അന്വേഷണ സംഘം, അവരുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ആ അന്വേഷണത്തില് പ്രതികളെന്ന് കാണുന്നവരെ അവർക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിനിപ്പോ ഈ പിണറായി വിജയന്റെയും ഗവൺമെന്റിന്റെയും ഓശാരം വേണ്ട. ഇനി അവരെ അറസ്റ്റ് ചെയ്യേണ്ട, അവർ CPM നേതാക്കളാണ് എന്ന് വിചാരിച്ചാൽ തടയാൻ പിണറായി വിജയനോ ശൈലജ ടീച്ചർക്കോ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഇത്ര വലിയ അഭിമാനം പറയുന്നത്? അതിലെന്ത് അർത്ഥമാണുള്ളത്? ഇത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അറസ്റ്റാ. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴൊന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇത് കേരള പോലീസ് നേരിട്ട് നടത്തിയ ഒരു അന്വേഷണമായിരുന്നെങ്കിൽ CPMന്റെ ഈ നേതാക്കളാരും അറസ്റ്റിൽ പെടുമായിരുന്നില്ല. ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതെല്ലാം വെച്ചുകെട്ടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിയമസഭയിൽ ബഹളമുണ്ടായി, ആദ്യം പുറത്തേക്കിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നു എന്നതുകൊണ്ട് ഈ കേസിലെ CPMന്റെ ബന്ധം ഇല്ലാതാവുന്നില്ല. അറസ്റ്റിലായ CPM നേതാക്കളായ പ്രതികള് രക്ഷപ്പെടാനും പോകുന്നില്ല.